പത്മകുമാറിന്റെ ആറന്മുളയിലെ വീട്ടിലും മറ്റ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതികളുടെ വീടുകളിലെല്ലാം ഇഡിയുടെ റെയ്ഡ് നടക്കുകയാണ് എന്നുള്ള വാർത്ത ഇപ്പോൾ വരുന്നു. അല്പസമയത്തിനും ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭിക്കും. പ്രതികളുടെ വീടുകളിലാണ് ഇഡി റെയ്ഡ് നടക്കുന്നത്. ഇപ്പോൾ നിതിൻ അംബുജൻ തത്സമയം ചേരുകയാണ്. നിതിൻ, ഓർക്കാപ്പുറത്തുള്ള ഈ റെയ്ഡ് ഒരുപക്ഷെ ഇഡി 21 സ്ഥലങ്ങളിൽ നടത്തുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മുൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എൻ വാസുവിൻ്റെ വീട് ഉൾപ്പെടെ, ഗോവർദ്ധൻ്റെ വീട് ഉൾപ്പെടെ എല്ലാ സ്ഥലങ്ങളിലും ഇഡി ഇപ്പോൾ റെയ്ഡ് നടത്തുന്നതെന്നാണ്. ഇന്ന് പുലർച്ചെയാണ് ഉദ്യോഗസ്ഥന്മാർ എത്തിയതെന്ന് മനസ്സിലാക്കുന്നു. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ നേരത്തെ തന്നെ ഇഡി ഇതുമായി ബന്ധപ്പെട്ട് കേസെടുത്തിരുന്നു. ആ കേസെടുത്തതിന്റെ തുടർ നടപടിയായിട്ടാണ് ഇപ്പോൾ സംസ്ഥാന വ്യാപകമായി ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതികളുടെ വീടുകളിൽ ഇപ്പോൾ റെയ്ഡ് ആരംഭിച്ചിരിക്കുന്നത്. സംസ്ഥാന വ്യാപകമായി തന്നെ ഇപ്പോൾ റെയ്ഡ് പുരോഗമിക്കുന്നുണ്ട്. പത്മകുമാർ കേസിലെ പ്രതിയായ പത്മകുമാർ, എൻ വാസു, അതോടൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ളവരുടെ വീടുകളിലാണ് ഇപ്പോൾ റെയ്ഡ് നടക്കുന്നത്. രാവിലെ തന്നെ ഉദ്യോഗസ്ഥരെത്തി ഈ കേസുമായി ബന്ധപ്പെട്ട് നോട്ടീസ് വീട്ടുകാർക്ക് നൽകുകയും അതിനുശേഷം ഇപ്പോൾ റെയ്ഡ് അടക്കമുള്ള നടപടികൾക്ക് കടക്കുകയും ചെയ്തിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ, എൻ വാസു, അതോടൊപ്പം തന്നെ പത്മകുമാർ ഉൾപ്പെടെയുള്ള പ്രതികളുടെ വീടുകളിലേക്കാണ് റെയ്ഡ് ഇപ്പോൾ നടക്കുന്നത്. കേസിൽ ഇസിഐ രജിസ്റ്റർ ചെയ്തതിനു പിന്നാലെ പ്രതികളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള നീക്കം ഇഡിയുടെ ഭാഗത്തും ഉണ്ടായിരുന്നു. എന്തായാലും തുടർ നടപടി എന്ന നിലയിലാണ് ഇപ്പോൾ ഈ റെയ്ഡുകൾ പുരോഗമിക്കുന്നത്. എന്തായാലും ഈ കേസിൽ ഇഡി ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു. നമുക്കറിയാം, ഈ കേസിന്റെ ഈ സ്വർണ്ണക്കൊള്ളയിൽ ഇതിൽ സാമ്പത്തിക ഇടപാട് നടന്നു എന്ന് സംബന്ധിച്ച് നേരത്തെ തന്നെ ഇഡി കണ്ടെത്തിയതാണ്. അതിനുശേഷം പിന്നീട് കേസെടുത്ത് അടുത്ത നടപടിയിലേക്ക് പോയിരുന്നു. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ വിജിലൻസ് ഒരു ഘട്ടത്തിൽ ഇഡിയുടെ അന്വേഷണത്തിന് തടയിടുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് കോടതി ഇടപെട്ടാണ് ഇതിൽ ഇഡിയുടെ ഒരു ഇടപെടൽ വേണം എന്നൊരു നിലപാട് സ്വീകരിക്കുകയും പിന്നീട് ഇഡി ഇതിൽ ശക്തമായ നിലവിൽ തന്നെ ഒരു കേസെടുത്ത് അന്വേഷണം മുന്നോട്ട് പോവുകയും ചെയ്തത്. എന്തായാലും അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി, അതോടൊപ്പം തന്നെ സ്മാർട്ട് ക്രിയേഷൻസ്, ഗോവർദ്ധൻ എന്നിവർ തമ്മിലുള്ള ഇടപാടുകളാണ്, സാമ്പത്തിക ഇടപാടുകളാണ് ഇഡി പ്രധാനമായും പരിശോധിക്കുന്നത്. പ്രതികളുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ഇതിനകം തന്നെ അന്വേഷണ സംഘം ശേഖരിച്ചിരുന്നു. അതോടൊപ്പം തന്നെ സംപത്തിക ഇടപാട് ഏത് നിലയിൽ മുന്നോട്ട് പോയി തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായും ഇഡി ഈ ആദ്യഘട്ടത്തിൽ തന്നെ അന്വേഷണം ആരംഭിക്കുകയും അതിന്റെ ഒരു നടപടി എന്ന നിലയിൽ, തുടർ നടപടി എന്ന നിലയിൽ ഇപ്പോൾ വീടുകളിലേക്ക് റെയ്ഡ് അടക്കമുള്ള കാര്യങ്ങൾ കടന്നിട്ടുള്ളത്. തിരുവനന്തപുരത്തെ കാര്യത്തിലെ വീട്ടിൽ ഇഡി പരിശോധന നടക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കാര്യത്തിലെ വീട്ടിലാണ് ഇഡി ഇപ്പോൾ പരിശോധന നടക്കുന്നത്. അതോടൊപ്പം തന്നെ പത്മകുമാറിന്റെ പത്തനംതിട്ട വീട്ടിലും സമാനമായ നിലയിൽ തന്നെ പരിശോധന നടക്കുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കുന്ന പ്രകാരം സംസ്ഥാനത്തിന് പുറത്തും ഈ കേസിലെ പ്രതികളുടെ ഓഫീസുകൾ കേന്ദ്രീകരിച്ച് റെയ്ഡ് നടക്കുന്നുണ്ട് എന്നാണ്. ഇന്ന് രാവിലെയാണ് ഇഡിയുടെ ഭാഗത്തും ഇത്തരമൊരു നീക്കം ഉണ്ടായത്. കഴിഞ്ഞ ദിവസം ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലടക്കം അന്വേഷണ സംഘത്തിന്റെ അന്വേഷണത്തോട് ഹൈക്കോടതി തൃപ്തികരമെന്ന നിലപാട് സ്വീകരിച്ചിരുന്നു. അതോടൊപ്പം തന്നെ സമാന്തരമായി തന്നെ ഇഡിയും ഈ കേസിൽ അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു. എന്തായാലും ചോദ്യം ചെയ്യലടക്കമുള്ള നടപടിയിലേക്ക് കടക്കാനിരിക്കെയാണ് ഇപ്പോൾ ഇഡി ഈ പ്രതികളുടെ വീടുകൾ കേന്ദ്രീകരിച്ച് റെയ്ഡ് നടക്കുന്നത്. തിരുവനന്തപുരം അതോടൊപ്പം തന്നെ പത്തനംതിട്ട അടക്കമുള്ള സ്ഥലങ്ങളിൽ ഇപ്പോൾ ഇഡിയുടെ സംഘം അവിടെ എത്തി. അതോടൊപ്പം തന്നെ കേന്ദ്രസേന ഉദ്യോഗസ്ഥരും ഇഡിയുടെ ഈ റെയ്ഡിന്റെ നടപടിയുടെ ഭാഗമായി ഇവരുടെ പ്രതികളുടെ വീടുകളിൽ എത്തിയിട്ടുണ്ട്. എന്തായാലും ഇഡി ഇപ്പോൾ അതിന്റെ അന്വേഷണത്തിന്റെ 2ാം ഘട്ടം എന്ന നിലയിൽ ഇപ്പോൾ വീടുകൾ റെയ്ഡ് പുരോഗമിക്കുകയാണ്. രാവിലെയാണ് ഇഡി സംഘം ഈ പ്രതികളുടെ വീടുകളിൽ എത്തുകയും അതിനുശേഷം റെയ്ഡ് നടപടികൾ ആരംഭിക്കുകയും ചെയ്തത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പത്മകുമാർ അടക്കമുള്ള പ്രതികളുണ്ട്. ഈ കേസിലെ ഏറ്റവും പ്രതികളുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാട്, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും അതോടൊപ്പം തന്നെ ഗോവർദ്ധൻ തമ്മിൽ സാമ്പത്തിക ഇടപാട് കേന്ദ്രീകരിച്ചായിരുന്നു ഇഡി ഇതിന്റെ അന്വേഷണം ആദ്യഘട്ടത്തിൽ മുന്നോട്ട് പോയിരുന്നത്. സ്വാഭാവികമായി ബന്ധപ്പെട്ട രേഖകളൊക്കെ തന്നെ ഇഡി ശേഖരിച്ചിട്ടുണ്ട്. പ്രാഥമിക അന്വേഷണം നടത്തിയ ശേഷമാണ് ഇഡി ഇതിലൊരു സാമ്പത്തിക ഇടപാട്, കള്ളപ്പണ ഇടപാട് നടത്തിയിട്ടുണ്ടെന്ന ഒരു അന്വേഷണം എന്ന നിലയിലേക്ക് ഇഡി കടക്കുകയും ചെയ്തത്. എന്തായാലും ഒരു നിർണായക നീക്കമാണ് ഇഡിയുടെ ഭാഗത്തും ഇന്ന് രാവിലെ ഉണ്ടായത്. അപ്രതീക്ഷിതമായി തന്നെയാണ് ഇഡി ഈ ഒരു കേസിൽ ഇപ്പോൾ റെയ്ഡിലേക്ക് കടന്നിരിക്കുന്നത്. അതിന്റെ നടപടികൾ ഇപ്പോൾ ഈ പ്രതികളുടെ വീടുകൾ കേന്ദ്രീകരിച്ച് നടക്കുകയാണ്. പത്തനംതിട്ടയിലും അതോടൊപ്പം തന്നെ തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.